ശ്രീനാരായണ ഗുരുവിന്റെ 172ാമത് ജയന്തി ആഘോഷ ദിനത്തിൽ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ വിപുലമായ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിരവധി ഭക്തരാണ് ജയന്തി ദിനത്തിൽ ചെമ്പഴന്തിയിൽ ഗുരുകുലത്തിൽ എത്തുന്നത്. വൈകിട്ട് 4 മണിക്ക് ചെമ്പഴന്തിയിൽ ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ദിലീപ് കുറ്റിച്ചൽ ചെമ്പഴന്തിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ദിലീപ്, ഇന്നത്തെ ദിവസം ചതയമാണ്, ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തിയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് ജാതീയമായി വേർപെട്ട് നിന്നിരുന്ന സമൂഹത്തെ ഇന്നു കാണുന്ന രീതിയിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പാദങ്ങൾ പതിഞ്ഞ ആ മണ്ണ്, അവിടെ എത്രത്തോളം വിപുലമാണ് ആഘോഷങ്ങൾ? മറ്റു വിശേഷങ്ങൾ എന്താണ് ചെമ്പഴന്തിയിൽ? ഗൗതം സൂചിപ്പിച്ച തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ, കേരളത്തെ ഇപ്പോൾ കാണുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ആ ഒരു വയൽവാരം വീട്ടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ ഗംഭീരമായ ആഘോഷ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ രീതിയിലുള്ള അലങ്കാരങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ രീതിയിലെ ഓർമ്മിപ്പിക്കുന്ന ഓല കെട്ടിടവും ഓല ഷെഡും അതോടൊപ്പം തന്നെ അതിന് തൊട്ട് താഴെയായിട്ട് പൂക്കൾ കൊണ്ട് വളരെ മനോഹരമായി ആയിട്ട് തന്നെ ഈ ഒരു കുടിൽ, അദ്ദേഹം ജനിച്ച വയൽവാരം കുടിൽ വളരെ ഗംഭീരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടു വണങ്ങുന്നതിന് വേണ്ടി ഒട്ടനവധി ഭക്തരാണ് ഇപ്പോഴും ഈ തിരുസന്നിധിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 10 മണിക്കാണ് ഗുരു ദാർശനിക യോഗം ചേരുന്നത്. അത് മന്ത്രിയായ ബിന്ദു കൃഷ്ണയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകിട്ട് 6:30 ഗുരു ജയന്തി മഹാസംഗമം നടക്കുന്നത്. അതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നതും. അതോടൊപ്പം തന്നെ 3 മണിക്ക് ഘോഷയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഡെപ്യൂട്ടി മേയറായ ആശാനാഥാണ്. നിലവിൽ എന്തായാലും വളരെ ഗംഭീരമായ രീതിയിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർക്കുന്നതിന് വേണ്ടി വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന നായകൻ, അല്ലെങ്കിൽ കേരളത്തിലെ നവോത്ഥാന നായകൻ ജാതിയല്ല, മതമല്ല, മതമേതായാലും മനുഷ്യൻ നന്നാൽ മതി എന്ന മഹത് സന്ദേശം കേരള ജനതയ്ക്ക് നൽകിയ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ എല്ലാം തന്നെയാണ് കേരളം ഇപ്പോൾ കാണുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രധാന തുടക്കം കുറിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മഹത് സന്ദേശങ്ങൾ ഒട്ടനവധിയുണ്ട്. അത് എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്ക് അറിയാവുന്നതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതിഭേദം മതോദ്ദേശം സേതരും സോദരസ്ഥേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇവിടെമെന്ന് അരുൾ ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ്റെ 172ാം ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം ജനിച്ച ഈ വയൽവാരം, ആ ഒരു കുടിൽ വളരെ ഗംഭീരമായ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടികളും അതോടൊപ്പം തന്നെ വളരെ ഗംഭീരമായ രീതിയിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ നടത്തുന്നുണ്ട്. വൈകിട്ട് 6:30 ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ മഹാസംഗമം നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗതാഗത നിയന്ത്രണവും അതോടൊപ്പം തന്നെ അന്നദാനവും പ്രഭാത ഭക്ഷണം അടക്കമുള്ളവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഒട്ടനവധി ഭക്തർ വരുന്നത് കൊണ്ട് തന്നെ നിലവിൽ ചെറിയൊരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ഗുരുകുലത്തിന് മുന്നിലായിട്ട് ഒട്ടനവധി വാഹനങ്ങൾ വരുന്നുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ക്രമീകരണം ഇതിന് തൊട്ടടുത്താണ് ഒരുക്കിയിരിക്കുന്നതും. എന്തായാലും വരുന്ന ഭക്തജനങ്ങൾക്ക് ഗുരുദേവനെ കണ്ടു വണങ്ങുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഗുരുദേവൻ്റെ ആദർശങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മോടൊപ്പം കുറച്ച് ഭക്തരുണ്ട്, അവരോട് നമുക്ക് പ്രതികരണം തേടാം. ചേട്ടാ, ഹായ് ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? കുളത്തൂര്. എല്ലാ വർഷം വരുന്നുണ്ടോ? എല്ലാ വർഷവും വരുന്നുണ്ട്. ഗുരുദേവനെ കാണുമ്പോൾ എങ്ങനെയാണ് മനസ്സിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെല്ലാം നല്ലതാണ്. പക്ഷെ ജനങ്ങളത് പാലിച്ചാൽ കൊള്ളാം. ആര് പാലിക്കുന്നു? ഭക്ഷണം കഴിച്ചു. പ്രഭാത ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ശിവഗിരി പോകുന്നുണ്ടോ? വൈകുന്നേരം ഘോഷയാത്ര പങ്കാളിയാവുന്നുണ്ടല്ലോ? ഇല്ല, അവിടെ കോലത്തേരുണ്ട്. അവിടെ ഉണ്ട് കോലത്തേര് ക്ഷേത്രം. ഗുരുപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രവും ഗുരു 2ാമത് ശിവപ്രതിഷ്ഠ നടത്തിയാണ് കോലത്തേര് ക്ഷേത്രം. അവിടെ വൈകിട്ട് ഘോഷയാത്രയുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് പോകും. എന്തായാലും നമ്മളോടൊപ്പം ഇവിടുത്തെ സ്വാമി, അതായത് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വം വഹിക്കുന്ന സ്വാമിയുണ്ട്. സ്വാമി, ക്രമീകരണങ്ങൾ ഏതൊരുത്തിയിട്ടുണ്ട്?
സ്വാമി എല്ലാം റെഡിയാണ്. എല്ലാം ഇനി സമ്മേളനം ഇപ്പോൾ ദാർശനിക സമ്മേളനം തുടങ്ങും. ഞാൻ സ്വാമിയാണ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്. മഠത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. സ്വാമി ബാക്കി കാര്യങ്ങളൊക്കെ ഗുരുവിനെ കുറിച്ച് പറയും. ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ്. ആ ദിനത്തിൽ എന്താണ് നമ്മുടെ പ്രിയ ജനങ്ങളോട്, പ്രേക്ഷകരോട് പറയാനുള്ളത്? ശ്രീനാരായണ ഗുരുദേവൻ തിരുവവതാരം ചെയ്തിട്ട് 172 സംവത്സരങ്ങൾ ഇത് പൂർത്തിയാകാൻ പോവുകയാണ്. അപ്പോൾ ഗുരുദേവൻ്റെ ജന്മസ്ഥാനമായ ചെമ്പഴന്തി മുതൽ ഗുരുദേവ ഭക്തന്മാർ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ അവിടെയെല്ലാം ഗുരുവിൻ്റെ തിരുജയന്തി ആഘോഷം സമംഗളം കൊണ്ടാടുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയത് വിശ്വമാനവീയതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ളൊരു ജീവിതചര്യയാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ഗുരു ഉപദേശിച്ചു. അതോടൊപ്പം തന്നെ തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ ഉപദേശിച്ച ക്രിസ്തുവിനെയും മഹാപ്രവാചകനെ കരുണാവാൻ നബി മുത്തുരത്നമായ മഹാപ്രവാചകൻ്റെയും വാക്കുകൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങളുമായി ഒന്നിച്ചു ചേർന്നു പോകുന്നതാണ്. വിശ്വസാഹോദര്യം നിലനിർത്തുക, മത സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന സന്ദേശമാണ് ഗുരു ലോകത്തിന് പ്രധാനമായും നൽകിയിട്ടുള്ളത്. അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യത ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. അതിലൂന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഈ ജയന്തി ആഘോഷങ്ങളോടനുബന്ധമായി നടത്തപ്പെടേണ്ടതും അതിനോടനുബന്ധമായി പുതുതായി ജനങ്ങൾ ഉൾക്കൊള്ളേണ്ടതുമായ മഹത്തായ സന്ദേശം. അത് പ്രായോഗികതയുടേതാണ്. കേവലമായ വ്യായാമത്തിന് വേണ്ടിയുള്ളതല്ല ഗുരുവിൻ്റെ ദർശനവും വിശ്വമാനവികമായ സന്ദേശങ്ങളും. അത് പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി ജീവിത വിജയം നേടണം. മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ പരമപുരുഷാർത്ഥത്തിലേക്ക് മുന്നേറുന്നതിന് ഗുരുവിൻ്റെ മഹത്തായ സന്ദേശങ്ങളും ജീവിതഗന്ധിയായ ദർശനവും പ്രായോഗികമാക്കി മുന്നേറുന്നതിനുള്ള സന്ദേശമാണ് ഈ ഗുരുജയന്തിയിലൂടെ ഏവരും സ്വീകരിക്കേണ്ടത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശ്രീനാരായണ ജയന്തി ആശംസകൾ. നമസ്കാരം. ഗൗതം, തീർച്ചയായും അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ശ്രീനാരായണ ഗുരു ജയന്തിയുടെ ആ ഒരു പ്രാധാന്യവും അതുപോലെ തന്നെ വ്യക്തമാണ്. ദിലീപ്, എന്തായാലും ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മം കൊണ്ട് പവിത്രമായ ചെമ്പഴന്തിയുടെ മണ്ണിലാണ് ദിലീപ് കൂറ്റിച്ചൽ ഉള്ളത്.